ഞാനും ജോബിയും കൂടി എന്റെ വീട്ടിലോട്ട് വരാൻ വൈകുന്നേരം സാധനം മേടിച്ചിട്ട്. ആ ഞാൻ പെണ്ണുമ്പളെ ധ്യാനത്തിന് പോയങ്ങനെയാണ് ഇപ്പൊ എന്റെ പെണ്ണുമ്പളെ പോകണ്ട. ആ അതെ അതെ പെണ്ണുമ്പള വന്നടാ. ആ ഞാൻ പിന്നെ വിളിക്കാം, വൈകുന്നേരം വിളിക്കാം കേട്ടാ. ആ ആ വന്നാ നീ ധ്യാനം എങ്ങനെ ഉണ്ടായാൽ മതി. നല്ല ധ്യാനമായിരുന്നു കേട്ടോ, അടിപൊളി ധ്യാനമായിരുന്നു. ചേട്ടൻ കൂടി വരേണ്ടതായിരുന്നു. ചേട്ടാ ഞാൻ വല്ലതും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചേട്ടനോട് ക്ഷമിക്കണോട്ടെ ചേട്ടാ. ധ്യാനം കഴിഞ്ഞ 1-ാം ദിവസം അടിപൊളി. ചേട്ടാ ചേട്ടാ ആ ശബ്ദം ഒന്ന് ഇച്ചിരി കുറയ്ക്കുവോ? ബൈബിൾ ഒന്ന് വായിച്ചു തീർക്കാനായിരുന്നു. ഓ ആയിക്കോട്ടെ. ധ്യാനം കഴിഞ്ഞ് 2-ാം ദിവസം വലിയ കുഴപ്പമില്ല. ചേട്ടാ ചേട്ടാ എന്താ ഒന്നെങ്കിൽ അത് നിർത്തുക, അല്ലെങ്കിൽ അതിന്റെ ശബ്ദം ഇച്ചിരി കുറയ്ക്കുക. എത്ര പ്രാവശ്യം പറയണ ഞാൻ ബൈബിൾ വായിക്കണ കണ്ടില്ലേ? ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ധ്യാനം കഴിഞ്ഞ് 3-ാം ദിവസം തൃപ്തിയായി. ചേട്ടാ ചേട്ടാ അമ്മ ചേർന്ന് നോക്കൂ. അപ്പൊ ഇന്ന് ബൈബിൾ വായനൊന്നും ഇല്ലേ? ധ്യാനത്തിന്റെ പവർ കഴിഞ്ഞല്ലേ? എനിക്കറിയാവുന്നല്ലെങ്കിലും. എന്തറിയായിരുന്നെന്ന്? ഇടി നീ ഇത് എത്ര വർഷങ്ങളായത്? ധ്യാനവും കൂടും അണ്ട് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം ഉണ്ടാവും അതിന്റെ പവർ അല്ലേ? അതെങ്ങനെയാണ്? കുടുംബത്തിൽ ഒരാൾ വിചാരിച്ചതൊന്നും നന്നാവാൻ പോണില്ല ചേട്ടാ, എല്ലാരും കൂടി വിചാരിക്കണം. ഇതെങ്ങനെയാണ്? ചേട്ടനാണെങ്കിൽ ധ്യാനത്തിൽ വരുത്തുമില്ല, എന്നാ പോയവരെ ഇന്ന് കുറ്റവും പറയും. ഞാൻ കുറ്റം പറഞ്ഞതൊന്നും അല്ല. നീ ധ്യാനത്തിന് പോണെന്ന് ഈ ധ്യാനം എന്ന വാക്കിന്റെ അർത്ഥം ഒന്ന് മനസ്സിലാക്കുക. ഞാൻ അതേ പറഞ്ഞോളൂ. ആരോട് പറയാനാണ്? അല്ലെ ആര് കേൾക്കാനാണ്? ഇനി അതിന് മുന്നേ ഉറപ്പിക്കണ്ട. എവിടെയാ അടുത്ത രാധാച്ചനാണി വന്നു? ആ എടോ ചേട്ടാ ഞാൻ പറയാൻ മറന്നു, അടുത്ത പ്രാവശ്യം വന്നതേ. Don't